നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്തോന്നാടാ ഇത്? അടിക്കാൻ കൈ ഓങ്ങുന്നോ? പിന്നെ ഏട്ടത് കണ്ടില്ല ഏട്ടാ. അങ്ങനെ വെറുതെ കൈയോങ്ങിയതല്ല, തല്ലാൻ തന്നെ. എന്തിനാ തടഞ്ഞത്? അഹങ്കാരമല്ലേ ഇവിടെ കാണിച്ചത്? എങ്ങനെ അഹങ്കാരം കയറാതിരിക്കും? അമ്മാതിരി പുകഴ്ത്തലുകളല്ലായിരുന്നോ? ഇവളെയൊക്കെ ആരാണ് വീട്ടു ജോലിക്കാരിയാണെന്ന് പറഞ്ഞ് ഈ വീട്ടിലോട്ട് വിളിച്ചു കയറ്റിയത്? വിളിച്ചോണ്ട് വന്ന് ഞാനാ. അതിനിപ്പോ എന്താ കുഴപ്പം? കുഴപ്പം എന്താന്നോ? ഇവൾ ഈ കാണിച്ചു വെച്ചേക്കുന്നൊന്നും കണ്ടില്ലേ? മനഃപൂർവ്വം ചെയ്തതൊന്നും അല്ലല്ലോ, അബദ്ധത്തിൽ വീണുപോയതല്ലേ. ഇക്കണക്കിനെ ഇവളിവിടെ ആരെയെങ്കിലും കൊന്നാലും നീ കയറി സപ്പോർട്ട് ചെയ്യല്ലോ നിധി. അബദ്ധത്തിൽ കുറച്ച് കറി ദേഹത്ത് വീണുപോയി. കുറച്ച് വഴക്ക് പറഞ്ഞ അതിന് പരിഹാരമാവോ? ഷർട്ടിൽ വീണ കറി തിരിച്ചു പാത്രത്തിലേക്ക് പോകുന്നില്ലല്ലോ. എങ്കിലേ ഇതുപോലെ കുറച്ച് കറിയെടുത്ത് ഞാൻ അങ്ങോട്ട് ഒഴിച്ചു തന്നേക്കാം. ഈ പറഞ്ഞ വർത്താനം തന്നെ ആവർത്തിക്കോ? ഞാൻ എത്ര മോഹിച്ച് വാങ്ങിക്കൊടുത്ത ഷർട്ടാണെന്ന് അറിയോ? നശിപ്പിച്ച് കളഞ്ഞില്ലേ? ഇവള് ഒറ്റ വരുത്തി എല്ലാത്തിനും കാരണം. ഈ ഷർട്ട് അങ്ങോട്ട് എടുത്തിട്ട് മിനിറ്റുകൾ പോലും ആയിട്ടില്ല ഏട്ടാ. അതിനു മുന്നേ നശിപ്പിച്ച് കൈ തന്നില്ലേ. സത്യത്തിൽ നിങ്ങൾക്ക് വീട്ടുജോലി ചെയ്ത് വല്ല പരിചയമുണ്ടോ? മേലെ എന്റെ കൺമുനെ കണ്ടുപോരുത്, മനസ്സിലായോ? എന്തോന്നാടാ പ്രണവേത്? ഒരു കയ്യബദ്ധം പറ്റിയെന്ന് കരുതി ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കുന്നത്? അയ്യോ സോറി ചേട്ടാ, ഇങ്ങനെ അല്ലായിരുന്നു സംസാരിക്കേണ്ടത്. നിർമ്മല മാഡം, ഷർട്ടിലേക്ക് കറി ഒഴിച്ചത് വേണ്ട രീതിയിൽ ശരിയായിട്ടില്ല. അടുത്ത പ്രാവശ്യം കുറച്ചുകൂടെ തലവഴി അങ്ങ് ഒഴിച്ചേക്കണമെന്ന് പറയാം. എന്താ, മതിയോ? ഒരു വേലക്കാരിക്ക് കൊടുക്കുന്ന സ്ഥാനം പോലും ഈ വീട്ടിൽ എനിക്കും എന്റെ ഭാര്യയ്ക്കും ഇല്ലെന്ന് മനസ്സിലായി. നീ വാ. അതെ, ഇവളുടെ ആൾക്കാരെല്ലാം കൂടി നിരന്നിരുന്നങ്ങ് ഭക്ഷണം കഴിച്ചോ. തൃപ്തിയാവട്ടെ. ഓ, ഈ വീട്ടില് മനസമാധാനത്തോടെ ഒരു നേരത്തെ ഭക്ഷണമെങ്കിലും കഴിക്കാൻ പറ്റില്ല എന്നായിട്ടുണ്ട്. എവിടെയോ ഇരുന്ന വയ്യാവേലിയെ വിളിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നു. അല്ല നിർമ്മല, അവരൊക്കെ അങ്ങനെ പറഞ്ഞതില് വിഷമമായല്ലേ? അതിലൊന്നും എനിക്കൊരു വിഷമമില്ല. പക്ഷേ ഇതിന്റെ പേരും പറഞ്ഞ് എന്റെ മകന്റെ അരികിൽ നിന്ന് എന്നെ പറഞ്ഞു വിട്ട് കളയുമെന്നുള്ള പേടിയാ എനിക്ക്. അങ്ങനെയൊന്നും ഉണ്ടാവില്ല, വിഷമിക്കണ്ട. പക്ഷേ ഞാൻ ശ്രദ്ധിച്ചത് പാർവതിയമ്മയുടെ പെരുമാറ്റം. ആന്റി ഗൗതമിനോട് സ്നേഹവും അടുപ്പവും ഒക്കെ കാണിക്കുന്നത് അമ്മയ്ക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. പെട്ടെന്ന് ഗൗതം ചുമച്ചപ്പോ ഞാൻ അറിയാതെ തലയിലൊന്ന് തട്ടിപ്പോയി. മനഃപൂർവ്വം ചെയ്തതല്ല. അവിടെ വെച്ച് ഞാൻ അങ്ങനെ ചെയ്തത് വലിയ അബദ്ധമായിപ്പോയി. അബദ്ധമല്ല, തെറ്റ് തന്നെയാ. പാർവതിക്ക് എന്നോട് ദേഷ്യം തോന്നിയെങ്കിൽ അത് ന്യായമായൊരു കാര്യം തന്നെയാ. ഞാൻ ഒരു കാരണവശാലും
പാർവതിയുടെ മനസ്സ് വേദനിപ്പിക്കാൻ പാടില്ലായിരുന്നു. മാനം നഷ്ടപ്പെട്ട് ആത്മഹത്യയുടെ വക്കിലെത്തിയ ഞാൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നെങ്കിൽ അവൻ അറിയാതെയെങ്കിലും എന്റെ മകന്റെ സ്നേഹം ഞാൻ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിനെല്ലാം കാരണക്കാരി എന്റെ ആ പഴയ പാറു തന്നെയാ. അവളെ ഞാൻ വിഷമിപ്പിക്കാൻ പാടില്ല. ആന്റി കരയാതിരിക്കെ, ഇനിയെങ്കിലും സൂക്ഷിക്കണം. പ്രത്യേകിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് ഗൗതമിനോട് ഇടപഴകുമ്പോ. ആന്റിയോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്താ? സത്യം പറയണം എന്നോട്. പറയാം. ഇപ്പൊ അനുഭവിക്കുന്ന എല്ലാ വിഷമങ്ങൾക്കും കാരണം ഗൗതമിന് ജന്മം നൽകിയ ഉടൻ ആ അനാഥാലയത്തിൽ ഉപേക്ഷിച്ചു പോയതുകൊണ്ടല്ലേ? എന്തിനായിരുന്നു അന്ന് അങ്ങനെ ചെയ്തത്? സത്യത്തിൽ ഗൗതമിന്റെ അച്ഛൻ ആരാ? പറയണ്ടേ? ഞാൻ ആരോടും പറയില്ല. ആന്റിയുടെ ജീവിതം ഇങ്ങനെയായത് എങ്ങനെയാ? ആന്റിക്ക് ധൈര്യമായിട്ട് എന്നോട് പറയാം. എന്നെ വിശ്വസിക്കാം. ഞാനല്ലേ പറയുന്നത്? ഞാൻ പറയാം. പ്രായത്തിന് വകതിരിവില്ലാത്തൊരു സമയത്ത് ഇഷ്ടമാണെന്ന് പറഞ്ഞ് പുറകെ കൂടിയ ഒരാളോട് പതുക്കെ പതുക്കെ തോന്നി തുടങ്ങിയൊരടുപ്പം, അതാണ് എന്റെ ജീവിതത്തിന്റെ തകർച്ചയുടെ തുടക്കം. അയാൾ എനിക്ക് നൽകിയ സ്നേഹത്തിന് പകരം എന്റെ ശരീരം പോലും അയാൾക്ക് മുന്നിൽ അടിയറ വെച്ചു. പക്ഷേ അയാളുടെ ലക്ഷ്യം അത് മാത്രമായിരുന്നുവെന്നും എന്റെ സ്നേഹം വെറുതെയായിപ്പോയെന്നും പിന്നീട് ഞാൻ തിരിച്ചറിഞ്ഞു. അയാളുടെ മുതലാളിയുടെ മകളെ വിവാഹം കഴിക്കുന്നു എന്നറിഞ്ഞപ്പോ ചതിക്കപ്പെട്ടു എന്നറിഞ്ഞപ്പോ മുന്നിൽ മരണമായിരുന്നു. മരിക്കാൻ തീരുമാനിച്ചതോ. പക്ഷെ അപ്പോഴാ എന്റെ വയറ്റിലെ ജീവന്റെ തുടിപ്പ് ഞാൻ തിരിച്ചറിഞ്ഞത്. അയാൾ എനിക്ക് സമ്മാനിച്ച ജീവന്റെ കാര്യം പറഞ്ഞ് അയാളുടെ കാല് പിടിച്ചു ഞാൻ. പതുക്കെ പതുക്കെ അയാളുടെ തനി നിറം ഞാൻ കണ്ടു. അയാൾ എന്നെ ഉപേക്ഷിച്ച് പോയി കളഞ്ഞു. അയാൾക്ക് വേണ്ടി എന്റെ ജീവൻ ഒരാത്മഹത്യയിലൂടെ ബലി കൊടുക്കാൻ ഞാൻ തയ്യാറായിരുന്നു.